നമസ്കാരം. റെക്കോർഡക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയൻ ഡൽഹിയിൽ നിന്നും, എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി കൊച്ചിയിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റോടി എന്താണ് വളരെ ഫിയേഴ്സ് ആയിട്ട് മത്സരം നടക്കുന്ന വെസ്റ്റ് ബംഗാളിൻ്റെ ഇലക്ഷനെ കുറിച്ചാണ്. വെസ്റ്റ് ബംഗാളിലെ ഇലക്ഷന് മലയാളികൾക്ക് പ്രത്യേക താല്പര്യം ഉള്ളതിന് ഒരു കാരണം അതിൻ്റെ ഇടതുപക്ഷ ചാവും മാത്രവുമല്ല TMCയുടെ BJPക്കെതിരെയുള്ള ഫൈറ്റ് ടു ഫിനിഷ് എന്ന് പറയുന്ന ഒരു സംഗതി. അത് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും മോഡലാക്കാവുന്ന ഒരു ഫൈറ്റാണ് എനിക്ക് തോന്നുന്നത്. അത് ഇടതുപക്ഷത്തിനും ബാധകമാണ്. മാത്രമല്ല ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ഭാവി എന്തായിരിക്കും? അവർ വീണ്ടും പൂജ്യത്തിലായിരിക്കുമോ അസംബ്ലിയിൽ വരാൻ പോകുന്നത്, അതോ ഒന്നോ രണ്ടോ സീറ്റുകൾ നേടാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യവും ഞങ്ങൾ പരിശോധിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരുടെയും ഇൻഫർമേഷൻ ബേസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ സുഹൃത്തുക്കൾ, മീഡിയ ഒക്കെയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കൺക്ലൂഷൻസ് അതിനനുസരിച്ച് ലിമിറ്റഡ് ആയിരിക്കും എന്നും നോക്കുക. സർ, ഞാൻ കേട്ടിടത്തോളം BJPയുടെ ഈ ബിൽഡപ്പ്, അത് ഹോം മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററും ഉൾപ്പെടെ പറയുകയാണ് ആദ്യത്തെ 92% ഇലക്ഷന് ടേൺ ഔട്ട് കണ്ടിട്ട് ഞങ്ങൾ അധികാരത്തിൽ വരുന്നുവെന്ന്. പക്ഷേ എൻ്റെ ബംഗാളി സുഹൃത്തുക്കൾ, കൽക്കട്ടയിൽ നിന്നുള്ളവരൊക്കെ പറയുന്നത് ഇത് SIRനെതിരെയുള്ള വോട്ടാണ്, BJPക്ക് അനുകൂലമായ വോട്ടല്ല എന്ന് പറയുന്നുണ്ട്. അതായത് എൻ്റെ ബാച്ച്മേറ്റായ ഒരു ജാവദപ്പൂർ പ്രൊഫസർ, റിട്ടയർഡ്, അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ജാവദപ്പൂർ യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസേഴ്സ് കോളനിയിൽ താമസിക്കുന്ന ആള്, ഈ പ്രാവശ്യം ആൾക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത് അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹം സമാധാനിക്കുന്നത് ഞാൻ കഴിഞ്ഞ 3 പ്രാവശ്യം വോട്ട് ചെയ്തില്ല, അതുകൊണ്ടായിരിക്കും എൻ്റെ പേര് ഡിലീറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു അവസ്ഥ ബംഗാളിലെ റെസിഡൻറ്റ് ബംഗാളികൾ, അദ്ദേഹം മുർഷിദാബാദിൽ ജനിച്ച് കൽക്കട്ടയിൽ വളർന്ന ഒരു അദ്ദേഹമാണ്. അദ്ദേഹം പറയുന്നു ഇതാണ് അവിടുത്തെ അവസ്ഥ. മാത്രമല്ല, നമ്മളുടെ സുഹൃത്തായ ജാവേദ് പർവേസ്, മനോരമയുടെ കറസ്പോണ്ടൻ്റാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. BJP ജയ് ശ്രീറാം വിളിക്കുമ്പോൾ TMC വിളിക്കുന്നത് ജയ് ബംഗ്ല എന്നാണ്. അതായത് അവരുടെ കട്ടർപന്തി കമ്മ്യൂണൽ സ്ലോഗനെ TMC നേരിടുന്നത് ദേശീയത കൊണ്ടാണ്, ബംഗാളി ദേശീയത കൊണ്ടാണ്. ഇതെന്താണ് കാണിക്കുന്നത് സർ? മാത്രമല്ല, നമുക്കറിയാം MA ബേബി അവിടെ പോയി പാർട്ടി ചെയ്ത പഴയകാല തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ചു. അവർക്ക് 2-3 സീറ്റിൽ മുൻതൂക്കമുണ്ടെന്ന് പറയുന്നു. കോൺഗ്രസിന് അതുപോലെ തന്നെ മുർഷിദാബാദിലും മാൽദയിലും മുൻതൂക്കമുണ്ടെന്ന് പറയുന്നു. ഇതൊക്കെ എന്താണ് കാണിക്കുന്നത് സർ? TMCയുടെ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും, മൂന്ന് പ്രാവശ്യത്തെ ഭരണത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും BJP ഒരു വിധത്തിൽ പറഞ്ഞാൽ TMCയെ തിരിച്ചു കൊണ്ടുവരാൻ ബംഗാളി വോട്ടേഴ്സിന് ഒരു ബാധ്യതയാക്കിയിരിക്കുകയാണ്. അതായത് ഇത് ഇൻസൈഡേഴ്സ്, അതായത് ബംഗാളികൾ വേഴ്സസ് അതേഴ്സ് എന്നുള്ള മട്ടിലേക്ക് ഒരു നറേറ്റീവ് അവിടെ നടക്കുന്നു എന്നാണ് കേൾക്കുന്നത്. എന്താണ് സാർ ഇത് കാണിക്കുന്നത്? ചെറിയൻ പറഞ്ഞത് വീണ്ടും ശരിയാണ്. അത് ബംഗാളിലെ ഈ തെരഞ്ഞെടുപ്പ് ആദ്യം അതിലൊരു നമുക്ക് ആദ്യമേ അത് അറിഞ്ഞു കളയേണ്ട, അളന്ന് കളയേണ്ട ഒരു കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് എത്രത്തോളം നീതിയുക്തമാണ്, എത്രത്തോളം ഫെയർ ആണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു തീരുമാനത്തിൽ ആദ്യം എത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ഇതിലെ കക്ഷികളുടെ വിജയാപജയങ്ങളെ പറ്റി സംസാരിക്കുന്നതിൽ അർത്ഥമുള്ളൂ. അത് നമ്മുടെ എന്തെങ്കിലും ഒരു പ്രത്യേക ഇതല്ല, അതാണ് യാഥാർത്ഥ്യം. അതായത് ചുരുക്കി പറഞ്ഞാൽ 24 ലക്ഷം വോട്ടർമാർ ഇലക്ടറൽ റോളുകളിൽ നിന്ന് നീക്കപ്പെട്ടിട്ടുണ്ട്. ഈ CPM-നെ കുറിച്ച് ഇങ്ങനെ തെറ്റിദ്ധാരണയുണ്ട്. കോൺഗ്രസിന്റെ സംഘടന ഒറ്റയ്ക്ക് നിർത്തണം എന്ന പേരിൽ തീരുമാനിച്ചു നിൽക്കുന്നത്. ഇത്തവണത്തെ ഇടതുപക്ഷ മുന്നണിയിൽ ഒരു പ്ലസ് ഉണ്ട്. അതാണ് ആകെയുള്ള വ്യത്യാസം. ഇടതുപക്ഷ മുന്നണിയിൽ ആകെയുള്ളത് CPIM ലിബറേഷൻ നഗരപ്രദേശങ്ങളിൽ കുറച്ച് വോട്ട്, വളരെ വളരെ തുച്ഛമായ വോട്ടുകളുള്ള ഒരു CPI ലിബറേഷനെ അവര്
ഒരു ഇതിന്റെ ഭാഗമായി നിർത്തിയിട്ടുണ്ട്. പിന്നീട് SDPI, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് കേരളത്തിലെ ആളുകളും താങ്കളും അറിഞ്ഞിരിക്കണം. SDPI കേരളത്തിലെ ഒരു ആർക്കും തൊടാൻ പാടില്ലാത്ത ഭീകരവാദി കക്ഷിയാണ്, അല്ലെ? SDPI കൈവെട്ടുകാരുടെ കക്ഷി. അവിടെ CPIM-ന്റെ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടിയാണ്, പരസ്യമായ പിന്തുണയോടുകൂടിയാണ് ഒരുമിച്ച് ഒരു SDPI സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്. ഇത് മലയാളിയോട് പറയാതെ പറ്റില്ല. കാരണം മലയാളിയുടെ കാര്യങ്ങൾ പുറത്തു നടക്കുന്നതൊന്നും അറിയാതെ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ SDPI CPIയുടെ ഒരു ഘടക കക്ഷി അല്ലെങ്കിൽ ഒരു സൗഹൃദ കക്ഷിയാണ് തമിഴ്നാടിൽ. ബംഗാളിലും അവരെ CPI പിന്തുണയ്ക്കും. ഇത് കേരളത്തിലെ സഖാക്കൾ അറിഞ്ഞിരിക്കണം. അതിനെപ്പറ്റിയുള്ള നുണകൾ നിങ്ങൾ വിശ്വസിക്കരുത്. അതൊന്നും അറിയണം. 2, കോൺഗ്രസിനും CPM-നും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ശതമാനം വോട്ടുകൾ 6%. വട്ടപൂജ്യം സീറ്റുകൾ, 6% വോട്ട്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാരും കേരളത്തിലെ CPIM-കാരും നോക്കണം, എന്താണ് ഈ തിരിച്ചുവരവെന്ന് പറഞ്ഞ് കേരളത്തിൽ പറയപ്പെടുന്ന CPM-ന്റെ തിരിച്ചുവരവ്, കോൺഗ്രസിന്റെ തിരിച്ചുവരവ്. നിങ്ങൾക്ക് 0-ൽ നിന്ന് എന്തും കൂടാനേ കഴിയുള്ളൂ, ഇനി കുറയാൻ കഴിയില്ല. അപ്പൊ കുറയാൻ സാധ്യതയില്ല എന്ന് ഇന്ന് പറയുന്നു. അതൊരു പുരോഗതി തന്നെ. ഇതേ ചോദ്യം എൻ്റെ സുഹൃത്തായ അശോക് ഭട്ടാചാര്യ, അദ്ദേഹം ഒരു കാർഡ് ഹോൾഡർ ആയിരുന്നു, പ്രൊഫസർ നിന്നുണ്ട്. എൻ്റെ കൂടെ പഠിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം പറയുന്നത്, ഞാൻ ഇന്നും ചോദിച്ചു എന്താണ് CPM-ൻ്റേത്, പറയുന്നത് 2011 തെറ്റുകൾ തിരുത്തി പുതിയ ലീഡർഷിപ്പിനെ മുന്നോട്ട് വെക്കാൻ അവർ തയ്യാറായില്ല. അതിൻ്റെ ഫലമാണ് ഇപ്പോഴും CPM ബംഗാളിൽ അനുഭവിക്കുന്നത്. അന്നത്തെ CPM കറപ്റ്റ് ആയിരുന്നോ, ചില നേതാക്കളെങ്കിലും കറപ്റ്റ് ആയിരുന്നോ എന്ന് ബംഗാൾ ജനത വിശ്വസിക്കുന്നു. ആ നേതൃത്വത്തെ മാറ്റി നിർത്തി പുതിയ നേതൃത്വം കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞ മീനാക്ഷി മുഖർജിയെ പോലുള്ള യങ്സ്റ്റേഴ്സ് മുമ്പോട്ട് വരുന്നതുകൊണ്ടാണ്, അവരുടെ പുറകിലാണ്. അതായത് ഇടതുപക്ഷം എന്ന ഒരു രാഷ്ട്രീയ ആശയത്തെ, രാഷ്ട്രീയ പാർട്ടികളെ അവർ മൊത്തമായി തള്ളിയിട്ടില്ല. പക്ഷെ അവർക്ക് വേണ്ടത് പുതിയ ലീഡർഷിപ്പാണ്. അപ്പൊ അവിടെ ഒരു ചോദ്യം എനിക്കൊരു താങ്കൾക്ക് കുസൃതി ചോദ്യമായിട്ട് തോന്നാം. കേരളത്തിൽ നിന്നും നമ്മുടെ മുഖ്യമന്ത്രിയോ, CPM-ന്റെ ഒരേ ഒരു മുഖ്യമന്ത്രിയോ ബാക്കിയുള്ള മന്ത്രിമാരോ എന്താണ് സാർ ഇതുപോലെ ഒരു ഡു ഓർ ഡൈ ഇലക്ഷൻ ഫേസ് ചെയ്യുന്ന ബംഗാളിലേക്ക് പോകാത്തത്? അതിന്റെ കാരണം എന്താണ് സാർ? കൂട്ടത്തിൽ ശ്രീ ചെറിയാൻ, അതിൽ ഞാൻ എന്റെ ദീർഘകാലമായ അനുഭവം പറയുകയാണ്. ഈ 2 പാർട്ടികളും, ബംഗാൾ ഘടകവും കേരള ഘടകവും, ഇവർ ഒരു പാർട്ടിയിലായിരുന്നപ്പോഴും ഇവർ പരസ്പരം വ്യത്യസ്തമായ രീതിയിലാണ് പ്രവർത്തിച്ചിരുന്നത്. ഇവർ തമ്മിൽ ഒരു ഘട്ടത്തിൽ പോലും ഐക്യം, ബംഗാളിന്റെ വിജയം കേരളത്തിലേക്ക് കൊണ്ടുവരിക, അതിന് ബംഗാളിൽ നേതാക്കൾ വരിക, ഇവിടത്തെ കേരളത്തിലെ വിജയം ബംഗാളിലെ പ്രസരിപ്പിക്കുക, അത് 57-ലുണ്ടായിരുന്നു, 57-ലുണ്ടായിരുന്നു. ഞാൻ ഇത്രയും ചരിത്രം പറയാൻ ഇഷ്ടമുണ്ടായിട്ടല്ല. താങ്കൾ ഈ ചോദ്യം ചോദിച്ചത് കൊണ്ട് അതിനോട് സത്യം പറയണം. സത്യം എപ്പോഴും പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ചരിത്രം പറയേണ്ടി വരുന്നത്. 57-ൽ കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഉണ്ടായപ്പോൾ വന്നതിന്റെ വിശദീകരണ യോഗങ്ങൾ ബംഗാളിലെല്ലാം നടന്നു. പിരിച്ചുവിട്ടപ്പോൾ വമ്പിച്ച യോഗങ്ങൾ കൽക്കട്ടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തി. അത് ആ സംസ്കാരം തീരെ അപ്രത്യക്ഷമാകുന്നത് എൻ്റെ മാധ്യമ പ്രവർത്തന കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. വല്ലപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാ, വല്ലപ്പോഴും ജ്യോതിബാസു 1-2 മണ്ഡലങ്ങളിൽ വന്ന് പ്രസംഗിച്ചു പോയാൽ മതി. കേരളത്തിൽ നിന്നുള്ള ഒരു മുഖ്യമന്ത്രിയും, നയനാരോ അല്ലെങ്കിൽ പിണറായി വിജയനോ അതിനു മുൻപ് VS അച്യുതാനന്ദനോ അവിടെ ബംഗാളിൽ പോയി കേരളത്തിന്റെ വിജയകഥ പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം ഈ 2 പാർട്ടികളിലും ഇല്ല. ഇത് ഫെഡറലിസത്തിന്റെ, ഇത് അവരുടെ തന്നെ ബർദ്വാൻ പ്ലീനതി പറഞ്ഞ പോലെ സ്വതന്ത്ര ഘടകങ്ങളെ പോലെ പെരുമാറുക. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കുക. ഇങ്ങനെയാണ് ഈ പാർട്ടി പോയിക്കൊണ്ടിരുന്നത്. കേരളത്തിലെ വെസ്റ്റ് ബംഗാൾ നേതാക്കന്മാരൊക്കെ വന്നാൽ തിരിച്ചു പോകാൻ എന്ത് ധൃതിയാണെന്ന് എനിക്കറിയാവുന്നതാണ്. ഇതൊക്കെ ബിപിൻ ബോസുവിന്റെയും സലീമിന്റെയും ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ അവർക്ക് നില കിട്ടാത്ത പോലെ, അതുപോലെ കേരളത്തിലെ നേതാക്കൾക്കും ബംഗാളിൽ നില കിട്ടാത്തതുപോലെ പെരുമാറും. ഇത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പരാജയത്തിന്റെ ഒരു കാരണങ്ങളിൽ ഒന്നും ഇത് തന്നെയാണ്. ഇത് നിൽക്കട്ടെ. അത് കഴിഞ്ഞ് ഇപ്പോൾ
സഖാവ് പറഞ്ഞു പിണറായി പോയില്ല. പിണറായി പോയിട്ട് എന്താണ് കാര്യം?